നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ +2 റിസൾട്ട് വന്നപ്പോൾ പല കുട്ടികൾക്കും പല സബ്ജക്റ്റുകൾ ഇങ്ങനെ ഫെയിൽ ആയിട്ടുണ്ട്, മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു വില്ലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ ടേബിൾ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. ഞാൻ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഫെയിൽ ആവുന്ന സബ്ജക്റ്റ് കെമിസ്ട്രി ആവുന്നു. അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. 86.82% ആണ് പാസ്സായത് എന്ന് പറഞ്ഞ് ഏകദേശം 13%ഓളം കുട്ടികൾ ഫെയിലായി. 13% കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഓർക്കുക 40,000-ന് മേളിൽ ഏകദേശം വരും. ഓക്കെ, നമ്മൾ പോലും ഒരിക്കലും അതത്ര സിമ്പിൾ ഒരു കണക്കാന്ന് വിചാരിക്കേണ്ട. 40,000 കുട്ടികൾക്ക് മേലെ എന്തായാലും കെമിസ്ട്രിക്ക് ഫെയിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് മാത്സിന് എന്ന് പറയുമ്പോൾ 89.7% പാസ്സായി എന്ന് പറഞ്ഞാൽ 10% കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 35,000 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. ഫിസിക്സ് നോക്കിക്കേ 90 ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, മാത്സ് ഈ വർഷം ഈസി ആയിട്ട് പോലും 89-ലാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഈസി ആണെങ്കിൽ പോലും മാർക്ക് കിട്ടാൻ ഇത്തിരി ടഫുള്ളതാണ് നമ്മുടെ മാത്സ്. പക്ഷെ ഫിസിക്സ് കണ്ടോ, അതും ടഫാന്ന് പറഞ്ഞു. എന്നാലും അത് 90% കൂടുതൽ വിജയിച്ചിട്ടുണ്ട്. 90.54 ആണ് അതിന്റെ പെർസെൻറ്റേജ്, പാസ് പെർസെൻറ്റേജ്. ഇംഗ്ലീഷും അതേപോലെ തന്നെയാണ്. ഇംഗ്ലീഷിനും 90 പോയിന്റ് സംതിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് അക്കൗണ്ടൻസി, അപ്പം അതും ഒത്തിരി കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. അക്കൗണ്ടൻസി വന്നിരിക്കുന്നുണ്ട് 80 പോയിന്റ്, ഏകദേശം ഒരു 20% കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ഫെയിൽ ആയിരിക്കുന്ന അക്കൗണ്ടൻസിയിലുണ്ട്. നെക്സ്റ്റ് ബിസിനസ് സ്റ്റഡീസ് 85 പോയിന്റ്, ബയോളജി 95 ഉണ്ട്, കുഴപ്പമില്ല, നല്ല പെർസെൻറ്റേജ് ആണ്. കമ്പ്യൂട്ടർ 88 ആണ്. ഓക്കെ, അപ്പൊ ഇവരിലെ വില്ലന്മാരൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവന്മാരൊക്കെ വില്ലന്മാരാണ് കണ്ടോ. ഇപ്പൊ കെമിസ്ട്രി പഴയ കാലത്ത് നല്ലൊരു പയ്യനായിരുന്നു, ഇപ്പൊ നമ്മളറിയില്ലയോ പ്രായമാകുമ്പോൾ വളരെ മോശമായി എന്ന് പറയുന്ന പോലെയാണ് ഇവന്റെ കാര്യം. ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും പാസ്സാവാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, വായിക്കാനുള്ളൊരു ക്ഷമയില്ലായ്മയാണ് കേട്ടോ. ഇതിങ്ങനെ പഠിക്കുക, ചെയ്ത് പഠിക്കാനൊന്നും ഇല്ലല്ലോ, വായിക്കുക, കേൾക്കുക, എഴുതുക, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇപ്പോഴത്തെ കാലത്ത്. അതിന്റെ തന്നെയാണ് സംഭവം നടന്നേക്കുന്നത്. ഓക്കെ, ഏകദേശം ഇനി മറ്റുള്ള കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കും. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.